ലോകചാരന്മാരാണ് ഇസ്രായേൽ. എന്നിട്ട് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതി തടയാനായില്ല. മാത്രമല്ല, ആക്രമണത്തിന് പിന്നാലെ നിരവധി പേരെ ബന്ദികളായി പിടികൂടുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ഉരുക്കുമറ ഭേദിച്ച് അകത്ത് കടന്നാണ് ഹമാസ് ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ടത്. ഈ ആക്രമണം ഇസ്രായേലിനെ ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല. ഈ നാണക്കേട് മറയ്ക്കാൻ ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരുതിയാണ് നടത്തുന്നത്. ഹമാസിനെ തകർക്കാനെന്ന പേരിൽ പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ എന്ന ആരോപണമാണ് ഉയരുന്നത്. നിരവധി മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ സാധിച്ചത്. ഹമാസും ഇസ്രായേലും ദീർഘനാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. അതോടെ കരാർ പ്രകാരം ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചു. പകരം ഇസ്രായേലിൻ്റെ തടവറയിലുള്ള പലസ്തീൻ പൗരന്മാരെ ഇസ്രായേലും മോചിപ്പിച്ചിട്ടുണ്ട്. ഹമാസ് വിട്ടയച്ച ബന്ദികളിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ വനിതാ സൈനികരും ഉൾപ്പെടുന്നു. ഈ സൈനികർ കടുത്ത അതൃപ്തിയിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ തിരിച്ചെത്തിയ ഇവർ സ്ഥാനമൊഴിയുന്ന IDFൻ്റെ മേധാവി ഹെർസി ഹലേവിയുമായും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ അതൃപ്തി ഈ വനിതാ സൈനികർ അറിയിച്ചെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 4 വനിതാ സൈനികരാണ് ഹലേവിയെ സന്ദർശിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോൾ നടപടി സ്വീകരിക്കുന്നതിൽ സൈന്യത്തിന് വീഴ്ചയുണ്ടായതായി ഇവർ ഹലേവിയെ അറിയിച്ചു. ആദ്യഘട്ട വെടിനിർത്തലിലാണ് ഹമാസ് ഈ സൈനികരെ മോചിപ്പിച്ചത്. 4 പേരും IDFൻ്റെ സർവൈലൻസ് യൂണിറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ IDF കമാൻഡോകൾ തള്ളിക്കളഞ്ഞതായി സൈനികർ ആരോപിച്ചു. തുടർന്ന് ഹലേവി സൈനികരോട് ക്ഷമ ചോദിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ബന്ദിമോചനം നീണ്ടുപോയതിനും ഹലേവി ക്ഷമ ചോദിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിൻ്റെ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുമ്പ് വനിതാ നിരീക്ഷണ സൈനികർ ഗസ അതിർത്തിയിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും മുതിർന്ന ഉദ്യോഗസ്ഥർ നടപടിയൊന്നും സ്വീകരിച്ചില്ല. കൂടാതെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിവരം ഗൗരവമുള്ളതല്ലെന്ന് അവഗണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അതിൻ്റെ ഗസ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേലും ഹമാസും 6ാം തവണയും ബന്ദി കൈമാറ്റം പൂർത്തിയാക്കി. ഗസയിൽ തടവിലാക്കിയ 3 പേരെയാണ് ഹമാസ് വിട്ടയച്ചത്. പകരം ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കിയ 369 പലസ്തീനികളെ മോചിപ്പിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികളിൽ 4 പേരുടെ നില ഗുരുതരമായതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മോചിപ്പിക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ ഇസ്രായേൽ സൈന്യം തങ്ങളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തതായി തടവുകാർ വെളിപ്പെടുത്തി. ബന്ദിമോചനം നടക്കുന്നുണ്ടെങ്കിലും ഗസയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ്. ഗസയിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാണെന്നും മേഖലയിലേക്ക് എത്തുന്ന സഹായങ്ങൾ ഇസ്രായേൽ സേന തടഞ്ഞുവെക്കുകയാണെന്നും ഹമാസ് ആരോപിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നിരവധി പട്ടണങ്ങളിൽ ഇസ്രായേൽ സൈന്യം പലസ്തീനുകളുമായി ഏറ്റുമുട്ടി. ഹെബ്രോൺ നഗരത്തിനടുത്തുള്ള സൂരിഫ് പട്ടണത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരു യുവാവിന് പരിക്കേൽക്കുകയും ചെയ്തു.